നീ എന്താണ് വിചാരിച്ചത്? നീ നിന്റെ അമ്മാനും ചേട്ടനും കുറെ ആളുകളെയും പറഞ്ഞു വെച്ചാ എന്നെ തീർത്തളയുന്ന എവിടെ കിട്ടിയ മുഴുവട്ടിനെ? ഒരിക്കലുമില്ല. ജയന്തരണങ്ങളെ അതിന് ഈശ്വരം വിചാരിക്കണം. അല്ലാത്തൊരു തളങ്ങളെ നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലടി. അത്രയ്ക്ക് വേണോ ശങ്കരൻകുട്ടി വേനെ? നീ കേട്ടൊക്കെ സത്യം. ഒരുപാട് പെൺകുട്ടികളെ സ്നേഹിച്ചിട്ട് നീ വിവാഹം കഴിക്കാന്നും പറഞ്ഞ് മോഹിപ്പിച്ച് കടന്ന് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുത്തിയുടെ ജീവിതം ഞാൻ കളഞ്ഞിട്ടില്ല. നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നീ ഒന്നും എന്നെ മനസ്സിലാക്കിയില്ല. കൂടുതൽ സാഹിത്യം വേണ്ട, എന്റെ നിരീക്ഷണമാണ് സാർ. മെർലിൻ എന്ന് പറഞ്ഞ പെണ്ണ് പറഞ്ഞൊക്കെ സത്യമാണ്. അവളെ സ്നേഹിച്ച് വിവാഹം കഴിക്കാന്നും പറഞ്ഞ് ഞാൻ കടന്ന് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വാർഡിനോട് പറഞ്ഞേക്കണം, ഈ മനോഹരേട്ടനെ ഇടക്കിടക്ക് വിളിക്കും, എന്നെ ഒരു പഞ്ചാരക്കുട്ടപ്പനായി കാണരുതെന്ന്. പക്ഷെ അവളെ ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചില്ല. നീയല്ലേ കൊന്നത്? സത്യം പറയല്ലോ സാറേ, കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സൗകര്യത്തിന് കിട്ടിയില്ല. അതിനുശേഷം ഞാനൊരു തീരുമാനം എടുത്തതാ. ഇനി ഒരു പെണ്ണെ സ്നേഹിച്ച അവളെ ജീവിതത്തിലേക്ക് വിളിക്കാന്ന്. ആ പെണ്ണാണ് നീ. എന്റെ ഈ സൗന്ദര്യം കണ്ടിട്ട് ഇയാളെന്നെ കെട്ടിയതറിയാ. നിന്റെ അടുത്ത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാ, നിന്നെ ഞാൻ സഹിക്കില്ല, സ്നേഹിച്ചെന്ന്. പക്ഷെ നീ എന്നെ മനസ്സിലാക്കിയില്ല. നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ, എന്നിട്ട് നീ എന്നെ മനസ്സിലാക്കിയില്ല. 3 നേരം കഴിച്ചാൽ കുറയും. മരുന്ന് പറയല്ലേ? മരുന്നല്ല, തന്റെ അസുഖം കുറയുന്നു.